ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. പ്ലാന്റ് ഒരു ഫെനലോപ്സിസും ഒരു പിക്ചർ പ്ലാന്റും ആണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണണ്ടേ. സിയാദിൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. സിയാദിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. നമുക്ക് പ്ലാന്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ. ഞാനിതിൽ കൊടുക്കുന്ന നമ്പറിൽ കേട്ടോ. ഇതിൽ തന്നെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് പിക്ചർ പ്ലാന്റ്. ഒരു ഫെനലോപ്സിസ് കേട്ടോ. ഈ രണ്ട് പ്ലാന്റിനാണ് ഓർഡർ ചെയ്തിരുന്നത്. ഇത് രണ്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഫെനലോപ്സിസ് നല്ലൊരു വെറൈറ്റിയാണ് ഞാൻ വാങ്ങിയത്. പുതിയ വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ട് അവൻ്റെ കയ്യിൽ. ഈ പ്ലാന്റ് കണ്ടില്ലേ? ഈ പ്ലാന്റ് പിക്ചർ പ്ലാന്റ് എന്നാണ് ഇതിന് പറയുക പൊതുവേ. ഇതാണ് ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഇതാണ് ആ പ്ലാന്റിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഓർക്കിഡ് വളർത്തുന്ന ഒരാൾ ഇത് വാങ്ങുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓർക്കിഡ് വാങ്ങി നമ്മൾ വളർത്തുമ്പോൾ ഓർക്കിഡുമ്പോൾ എപ്പോഴും ഒരു തരം പ്രാണികൾ വരും അല്ലേ. അപ്പോൾ ഈ പ്ലാന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതെൻ്റെ അടുത്ത് ഇല്ല. പൊതുവേ പറയുന്നതൊക്കെ ഓർക്കിഡ് വളർത്തുന്നവർക്ക് ഈ പ്ലാന്റ് ഉണ്ടായിട്ടുണ്ടായാൽ മൊട്ടുകൾ ഉണ്ടല്ലോ, ഒരു പുഴു വന്ന് തിന്നണു, അതുണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ. ഒരു വണ്ടോ പാറ്റയോ പ്രാണിയോ എന്തെങ്കിലും വന്ന് തിന്ന് കാണാൻ നമ്മളെ പ്ലാന്റ് കേട് വരില്ല അത്രേ. അതായത് എന്ത് പ്ലാന്റ് പിന്നെ ഏത് പ്രാണി വന്ന് പ്ലാന്റുമ്മ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഇതിമ്പൽ ഇരുന്നാൽ അത് തിന്നുന്നാണ് പറയുന്നത്. മാംസബുക്കാണ് ഈ സസ്യം എന്നാണ് പറയുന്നത്. ഇതിന് നമുക്ക് ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കണ്ട, വെറും ചകിരിച്ചോറിൽ നട്ടാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഒരു കൂജ പോലെ ഒരു സാധനം. അതിൻ്റെ ആ വായ ഭാഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ പ്ലാന്റ് ഓരോ ലീഫ് വരുമ്പോൾ ഓരോ ലീഫിൻ്റെ തുഞ്ചത്തുമാണ് ഇതിൻ്റെ ഈ പിക്ചർ വരിക കേട്ടോ. പൊതുവെ ഇതിന് പറയുന്നത് അതാണ്, പിക്ചർ പ്ലാന്റ് എന്നൊരു കൂജ പോലെയുള്ളൊരു സാധനം ആയതുകൊണ്ടാണ് അത് കേട്ടോ. വെറും ചകിരിച്ചോറിലാണ് അത് പിന്നെ നടുക. ഫെർട്ടിലൈസറൊന്നും കൊടുക്കാൻ പാടില്ല. ഫെർട്ടിലൈസർ കൊടുത്താൽ പ്രാണികളെ പിടിക്കൂല എന്നാണ് പറയുന്നത്. ലീഫാണ് അധികം വളരുക. പിക്ചറിന് പ്ലാന്റിനെ ഈ പ്രാണികളെ പിടിക്കാനുള്ള പിന്നെ ശക്തി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ. നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല പ്ലാന്റാണ്. ഈ പ്ലാന്റും ആവശ്യമുള്ളവർ പിന്നെ സിയാദിനെ കോൺടാക്റ്റ് ചെയ്യണേ. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ കേട്ടോ. ഇതെല്ലാവരും ഓർക്കിഡ് വളർത്തുന്നവരൊക്കെ ഇതൊന്ന് വാങ്ങിക്കൊള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഒരു കുട ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെ ഓരോ ലീഫിൻ്റെയും അഗ്രഭാഗത്താണ് ഈ കുടം വരുന്നത് കേട്ടോ. ഈ പ്ലാന്റിന് ഇരപിടിയൻ സസ്യം എന്നും പറയൂ കേട്ടോ. ഇരനെ പിടിക്കുന്ന സസ്യം. ആ ഇരയാണ് ഈ പ്ലാന്റിൻ്റെ ഭക്ഷണം. അല്ലാതെ നമ്മൾ ഇതിന് ഫെർട്ടിലൈസറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ ഇര പിടിക്കാനുള്ള കഴിവ് ഈ പ്ലാന്റിന് ഇല്ല എന്നാണ് പറയുന്നത്. ഈ കൂജ പോലെയുള്ള പിന്നെ ഈ പിക്ചറാണ് ഇതിൻ്റെ ഇര പിടിക്കുന്നത് കേട്ടോ. ഇര പിടിച്ച് കണ്ട ആ ഇരനെയാണ് ഇത് തിന്നുക. അത് തിന്നുമ്പോഴാണ് പിന്നെ ഈ പ്ലാന്റ് വളരുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കിഡ് വളർത്തുന്നിടത്ത് ഈ ഒരു ഇരപിടിയൻ സസ്യത്തിനെ വെക്കുന്നത് എന്തായാലും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതില്ലാത്തവരൊക്കെ ഒരു പ്ലാന്റ് വാങ്ങി വളർത്താൻ ശ്രമിക്കണം കേട്ടോ. ഓർക്കിഡ് വളർത്തുന്നവരൊക്കെ
ഇതിൽ കാണുന്ന ഈ പിക്ചർ ഇതാ അതൊരു കൂജ പോലുള്ളൊരു സാധനം. അതിൻ്റെ ഉള്ളിലൊരു കൊഴുത്ത വെള്ളം ഉണ്ട് കേട്ടോ. ആ വെള്ളത്തിലേക്ക് ഈ പ്രാണി വീഴും. അതിൻ്റെ മേലെ വന്ന് ഇരിക്കുന്നതോട് കൂടി ആ പ്രാണി വന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് വീഴും. അപ്പോൾ അതിന് കയറാൻ കഴിയൂല. ആ വെള്ളത്തിലാണ് വിങ്ങും. ആ വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ദഹിക്കും എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഈ പ്ലാന്റിൻ്റെ വളം കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണ്ട. വളം കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ ഈ പ്ലാന്റ് ഉണ്ടാക്കൂല കേട്ടോ. അത്രയൊക്കെ ഉള്ളതിന് കെയർ. വെറും പിന്നെ എന്താണ് ചകിരിച്ചോറിൽ മാത്രം വെച്ചാൽ മതി. പ്ലാന്റിന് ഫുഡൊന്നും കൊടുക്കണ്ട കേട്ടോ. ഒരു ഫെർട്ടിലൈസറും കൊടുക്കണ്ട. ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് വാടും. പിന്നെ നല്ലോണം ഈർപ്പം ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്. അതാണ് ചകിരിച്ചോറിൽ വെക്കാൻ പറഞ്ഞത് കേട്ടോ. വെള്ളം ഡെയിലി വേണേ. വെള്ളം ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പിക്ചറും അതിൻ്റെ ലീഫും ഒക്കെ വാടും. അപ്പോൾ നമുക്ക് അത് കാണാൻ ഭംഗിയുണ്ടാവില്ല കേട്ടോ. ചെറുതായിട്ട് വരുമ്പോൾ ഇതൊരു പച്ച കളറിലാണ് കേട്ടോ വരിക. അത് കഴിഞ്ഞിട്ടാണ് ഇതൊരു റെഡ് കളറിൽ മാറുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഫ്ലൂയിഡ് നഷ്ടപ്പെടുമ്പോൾ ആ കൊഴുത്ത വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഇരനെ പിടിച്ചിട്ട് അതതിന് രക്ഷപ്പെടാതിരിക്കാനുള്ള ആ വെള്ളം വറ്റി കഴിയുമ്പോൾ ആ വെള്ളം ഇന്ന് ഇല്ലാതാവുമ്പോഴാണ് ആ പിക്ചർ ഉണങ്ങുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയേക്കണേ ഞാനവിടെ കെട്ടി തൂക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റി കാണിച്ച് തന്നതാണ്. ഇനി നമുക്കത് കുറച്ചും കൂടി വലിയൊരു ചട്ടിയിൽ കുറച്ചും കൂടി ചകിരിച്ചോറോ മോസോ എന്തെങ്കിലും ഇട്ടിട്ട് നടണം. അത്രേ വേണ്ടുള്ളൂ. പിന്നെ അതിന് വളമൊന്നും കൊടുക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു ഫെനലോപ്സിസാണ്. നല്ലൊരു പ്ലാന്റാണ്. പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഫെനലോപ്സിസ് നല്ല ഭംഗിയുള്ളൊരു പൂവാണത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. പിന്നെ ഒരുപാട് പ്ലാന്റുകൾ ഫെനലോപ്സിസിൻ്റെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കയ്യിൽ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. നല്ല ഭംഗിയുള്ള പൂക്കളാണ് വന്നിട്ടുള്ളതൊക്കെ കേട്ടോ. അതിൽ ഞാൻ ഈ ഒന്ന് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവനെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ. പൂവ് ഞാനിവിടെ കാണിക്കാം. ഞാനെടുത്ത ഈ പ്ലാന്റ് നല്ല പ്ലാന്റാണ്. ഞാൻ വാങ്ങിയ പൂവ് ഇതാണ് കേട്ടോ. അവൻ്റെ സ്റ്റാറ്റസിൽ കണ്ടപ്പോൾ എടുത്തതാണ്. ഈ ഒരു പൂവ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പൂവ് മേടിച്ചതാണ് കേട്ടോ. ഇതാണ് ഞാൻ മേടിച്ച പൂവ് കേട്ടോ. പിന്നെ അവൻ്റെ അടുത്ത് ഒരുപാട് വെറൈറ്റി കളറുകൾ അവൈലബിൾ ആണ്. അത് ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ ഇവിടെ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കോണ്ടാക്ട് ചെയ്ത് ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ. എല്ലാം നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പ്ലാന്റിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡെൻഡ്രോബിയാണിത്. ഒക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. എല്ലാ പൂക്കളും എന്തൊരു ഭംഗിയല്ലേ. എല്ലാം വെറൈറ്റി പൂക്കളാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.